NRI ആണോ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ NRIs ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി TDS പിടിച്ചു പോകുന്നുണ്ടോ, അതായത് ടാക്സ് ഡിഡക്ട് അറ്റ് സോഴ്സ്. അതായത് നിങ്ങൾ ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചാർജ് അങ്ങനത്തെ ആ ഒരു ബേസിക്കൽ നിങ്ങൾക്ക് TDS 1% ഒക്കെ പിടിച്ചു പോയിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ടെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ TDS ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് TDS റീഫണ്ട് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് അത് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ചെയ്യേണ്ട വേറൊരു കാര്യം, ആ കിട്ടുന്ന ഇൻകത്തിനും നിങ്ങൾ ടാക്സ് അടയ്ക്കണം. നിങ്ങൾ NRI ആണെന്ന് വിചാരിച്ചാൽ അതിനൊന്നും ടാക്സ് അടയ്ക്കണമെന്നല്ല. ഈ വരുന്ന ഇൻവെസ്റ്റ്മെന്റിന് അതിൽ കിട്ടുന്ന പ്രോഫിറ്റിന് അല്ലെങ്കിൽ ആ ഒരു ലാഭത്തിന് ആ ഒരു ക്യാപിറ്റൽ ഗെയിനിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ആളോട് പറഞ്ഞു വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ NRI ആണെങ്കിൽ ഇതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇൻഫർമേഷൻ പേജ് ഫോളോ ചെയ്യാം. ഇൻവെസ്റ്റിംഗ് ഐഡിയാസ്, ഫിനാൻസ് ഐഡിയാസ് ഇതിന് വേണ്ടിയിട്ട്. അപ്പം തന്നെ ട്രേഡിംഗ് ബേസിക്സ് ആയിട്ട് പഠിക്കാനായിട്ട്